കൊല്ലം പുനലൂരിലെ വയോജന കേന്ദ്രത്തിലെ മർദ്ദനത്തിൽ കേസെടുത്ത തെന്മല പോലീസ്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് 72കാരുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. സ്ഥാപന നടത്തിപ്പുകാരൻ അഞ്ചൽ സ്വദേശി ബ്രഹ്മദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചുവെന്നും പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചെന്നും 72കാരുടെ മൊഴിയിൽ പറയുന്നു. ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒരു വയോജന കേന്ദ്രത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഈ പുനലൂരിലെ വയോജന കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം നൽകിയത് നമ്മൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വയോജന കമ്മീഷന്റെ ഓഫീസിൽ നിന്നും നമ്മളെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ് അല്പസമയത്തിനകം ഈ വയോജന സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നലെ 2 സ്ത്രീകൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന ശേഷം അയൽ വീട്ടുകളിലെത്തിയാണ് ഇത്തരത്തിൽ ഈ കാര്യം പറയുന്നത്. തങ്ങളെ നിരന്തരം ശാരീരിക പീഡനം, ലൈംഗിക പീഡനം തുടങ്ങിയ പീഡനങ്ങൾക്ക് ഈ ബ്രഹ്മദാസ് ഇത്തരം പീഡനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം പറയുകയും നാട്ടുകാരാണ് തെന്മല പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. തെന്മല പോലീസ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ബ്രഹ്മദത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ വയോധികയുടെ മൊഴി, ആ മൊഴിയിൽ അല്പം വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് തെന്മല പോലീസ് വ്യക്തമാക്കുന്നത്. അവരുടെ മൊഴി വീണ്ടും ആ മൊഴി എടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മൊഴിയിലെ സാരാംശം എന്ന് പറഞ്ഞാൽ നിരവധി തവണ ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ മർദ്ദനങ്ങൾ ഉൾപ്പെടെ ഇയാൾ നടത്തി. വലിയ മാനസിക പീഡനങ്ങളാണ് ഈ സ്ഥാപനത്തിൽ തങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും ഈ ബ്രഹ്മദാസിനെ ഇന്ന് പുനലൂർ കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ വയോജന കമ്മീഷന്റെ സന്ദർശനം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാമിലി. ശരി ഷമീർ.